കഴിഞ്ഞ ദിവസം അങ്കണവാടിയിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയ 3.5 വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ മൂഴിക്കുളം പാലത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ വരാന്ന് പറഞ്ഞാൽ അതൊരു കുഞ്ഞ് എന്തറിഞ്ഞിട്ടാ ഇങ്ങനെ ഇതേമാതിരി 2-3 മരണങ്ങൾ എനിക്ക് മുമ്പ് നടന്നുണ്ട്. അമ്മേനെ കണ്ട് അച്ഛനെ വിളിക്കില്ലാരും, ഈ അമ്മേനെ കളയണേ അങ്ങനെ ഒരു സംഭവം അല്ല. ഇവിടുന്ന് വിട്ട് കഴിയുമ്പോൾ അമ്മേനെ വിളിച്ചിട്ടുണ്ടാവുമല്ലോ, അതൊരു സങ്കടം നമുക്ക് കേട്ടപ്പോൾ ചങ്ക് പഠിച്ചു പോയി. എങ്ങനെ ആ കുഞ്ഞിനെ അങ്ങനെ ചെയ്യാൻ സാധിക്കും? നമസ്കാരം. കഴിഞ്ഞ ദിവസം അങ്കണവാടിയിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയ 3.5 വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ മൂഴിക്കുളം പാലത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതിനടിയിൽ കൂടി ഒഴുകുന്ന ചാലക്കുടി പുഴയിലാണ് ഈ 2.5 വയസ്സുകാരിയായ കല്യാണിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. മറ്റക്കുഴി സ്വദേശിയായിട്ടുള്ള സുഭാഷിൻ്റെയും സന്ധ്യയുടെയും മകളായിരുന്നു. സന്ധ്യയ്ക്ക് ചില മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ സംഭവം നടക്കുന്നത് ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം 3:30 അങ്കണവാടിയിൽ നിന്നും സന്ധ്യ മകളെ സ്വന്തം നാടായ കുറുമശ്ശേരിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. വീട്ടിൽ പോവുകയാണ് എന്നാണ് പറഞ്ഞത്. തിരികെ 7 മണിയോടുകൂടി മറ്റക്കുഴിയിലെ വീട്ടിലെത്തിയപ്പോൾ കുട്ടിയില്ല. ആലുവയിൽ വെച്ച് കാണാതായി എന്നാണ് പറഞ്ഞത്. പല രീതിയിൽ ചോദ്യം ചെയ്തപ്പോഴും പരസ്പര വിരുദ്ധമായ മറുപടിയാണ് നൽകിയത്. അങ്ങനെ പുത്തൻകുരിശ് പോലീസിൽ പരാതി നൽകുന്നു. പോലീസും നാട്ടുകാരും എല്ലാം ചേർന്ന് വ്യാപക തിരച്ചിൽ നടത്തുന്നു. ഇതിനിടയിൽ പറയുന്നു സന്ധ്യ കുറുമശ്ശേരിയിൽ വെച്ച് കുട്ടിയെ കാണാതായി എന്നാണ്. അങ്ങനെ കുറുമശ്ശേരിയിൽ പരിശോധന നടത്തുന്നതിനിടയിലാണ് വീണ്ടും സന്ധ്യ പറയുന്നത് മൂഴിക്കുളം പാലത്തിൽ ഉപേക്ഷിച്ചു എന്ന്. അങ്ങനെയാണ് പോലീസും ഫയർഫോഴ്സും സ്കൂബ ടീം അംഗങ്ങളും ചാലക്കുടി പുഴയിൽ തിരച്ചിൽ തുടരുന്നത്. 10 മണിക്ക് തുടങ്ങിയ തിരച്ചിൽ അവസാനം 2:30 അവസാനിക്കുകയായിരുന്നു. അപ്പോഴാണ് കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തുന്നത്. ഈ പാലത്തിന് അടിയിലാണ് ഇത്തരത്തിൽ കുഞ്ഞിനെ കണ്ടെത്തുന്നത്. നാട്ടുകാരെല്ലാവരും തന്നെ വലിയ തിരച്ചിലായിരുന്നു. ആ തിരച്ചിലിനൊടുവിലാണ് സ്കൂബ ടീം അംഗങ്ങൾ ഈ കുഞ്ഞിൻ്റെ ഭൗതിക ശരീരം കണ്ടെത്തുന്നത്, ജീവനറ്റ നിലയിൽ കണ്ടെത്തുന്നത്. പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്, ഈ സന്ധ്യയ്ക്ക് മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളാണ്. നേരത്തെയും ഈ കുഞ്ഞിനെ ഇവർ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നതായി നാട്ടുകാരൊക്കെ പറഞ്ഞതായിട്ട് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഐസ്ക്രീമിൽ വിഷം കലർത്തിയും അതുപോലെ തന്നെ ടോർച്ച് കൊണ്ട് തലയ്ക്കടിച്ചുമൊക്കെ കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്നാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. ഈ കുട്ടിയുമായി അമ്മ സഞ്ചരിച്ചതിനെക്കുറിച്ചുള്ള ഒരു പോലീസിൻ്റെ അനുമാനം ഇങ്ങനെയാണ്. 3:30 തിരുവാങ്കുളത്ത് നിന്നും ബസ്സിൽ കയറി ആലുവയിലേക്ക് എത്തുന്നു. ആലുവയിൽ ഇറങ്ങിയ ശേഷം ഓട്ടോയിൽ കുറുമശ്ശേരിയിലേക്ക്, അവിടെ നിന്നും ബസ്സിൽ മൂഴിക്കുളത്തേക്ക്. അവിടെ വരെ കുട്ടിയുമായി എത്തിയ അമ്മയുടെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. തിരികെ കുട്ടിയില്ലാതെ മൂഴിക്കുളത്ത് നിന്നും കുറുമശ്ശേരിയിലെത്തി. പാലത്തിൻ്റെ ഭാഗത്തു നിന്നും നടന്നാണോ വാഹനത്തിലാണോ വന്നത് എന്നൊന്നും ഉറപ്പില്ല. എന്തായാലും നാട്ടുകാരൊക്കെ വലിയ ഒരു വിഷമത്തിൽ തന്നെയാണ്. കാരണം ഒന്നും അറിയാത്തൊരു 3.5 വയസ്സുകാരിയെയാണ് അമ്മ ഇത്തരത്തിൽ കൊലപ്പെടുത്തിയത്. നാട്ടുകാരുടെ ചില പ്രതികരണങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു ഇവിടെ വൻ ജനാവലിയായിരുന്നു. പോലീസ്, എല്ലാ ഫയർഫോഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ നാട്ടുകാരുടെ ശക്തമായ ആദ്യം തന്നെ ഇവിടുത്തെ വഞ്ചിക്കാരൊക്കെ ഇറങ്ങി നോക്കണ്ടായിരുന്നു. പിന്നെ ബോട്ടൊക്കെ കൊണ്ടുവന്ന് എനിക്ക് കണ്ടുപിടിച്ചത്. ഈ പെൺകുട്ടി എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ്. ബാക്കി കാര്യങ്ങളും നമുക്കറിയില്ല, എന്നാൽ വീടിൻ്റെ അടുത്തുള്ളതെന്നുള്ളൂ. അതുകൊണ്ട് അധികം ഇവിടുന്ന് ഒരു 3-4 വീട് അപ്പുറത്തുള്ളതാണ്. കല്യാണം കഴിഞ്ഞ് കൊച്ചിനെ പോയത് വിട്ടാണ്. പിന്നെ ബാക്കി കാര്യങ്ങളും നമുക്കറിയില്ല. ഇത് കേട്ട് ഇപ്പോൾ നമുക്ക് ആരാലും ഒരു കൊച്ചിനൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞെട്ടലുണ്ടാവില്ലേ. അത് ആരും ഇല്ലാണ്ടിരിക്കില്ല. അത് മനസാക്ഷിയുള്ള ആർക്കത് ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാലും അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. എന്തോരം മാർഗങ്ങൾ വേറെ ഉണ്ട് ഒരു കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി. ഇതിങ്ങനെയൊക്കെ കാണിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. എന്താ വെച്ചാൽ നിയമപരമായും അല്ലെങ്കിൽ അതിൻ്റെ രീതിക്ക് മുന്നോട്ട് പോട്ടെന്ന് പറയാൻ പറ്റുള്ളൂ. കുട്ടിക്കൊക്കെ വരാമെന്ന് പറഞ്ഞാൽ അതൊരു കുഞ്ഞ് എന്തറിഞ്ഞിട്ടാ എല്ലാം അറിയാൻ പറഞ്ഞു. അറിയാതെ പ്രായമായെങ്കിൽ കുഴപ്പമില്ല. അത് അതോടെ പറഞ്ഞിട്ട് ഇപ്പം പറയണം മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുമെന്നൊക്കെ പറയണം. പിന്നെ അവിടെ വേറെ ഇപ്പോൾ ഇവിടെ ഇന്നലെ വന്നപ്പോൾ ന്യൂസിലൊക്കെ പറയണമായിരുന്നു. ഇപ്പോൾ ന്യൂസിലൊക്കെ പറയണത് വേറെ വീട്ടിലെ വിഷയങ്ങളൊക്കെയാണ് പറയണത്. നമുക്കൊന്നും അറിയില്ല. ഞങ്ങൾ കണ്ടപ്പോൾ ഇവിടെ വന്നു. ഈ പുഴ ഇങ്ങനെ ഒരുപാട് ആഴമുള്ളതാണോ? പുഴ ഒരുപാട് ആഴമുള്ളതാണ്. പുഴയുടെ വെള്ളപ്പൊക്കം വന്നതിന് ശേഷം പുഴയുടെ ഘടന മാറി നല്ല താഴ്ചയുണ്ട്. മണലൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ഇതിക്ക് മുമ്പും ഇവിടെ 2-3 മരണങ്ങൾ നടന്നുണ്ട്. അപ്പോൾ അടിയന്തരമായിട്ട് ഈ പാലത്തിന് എന്തെങ്കിലും ഒരു നെറ്റ് എന്തെങ്കിലും സംവിധാനം ഈ റെയിൽവേ പാലത്തിൻ്റെ മുകളിൽ ചെയ്യുന്ന മാതിരി ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായി. രക്ഷാ വേലി ചെയ്യുകയാണെങ്കിൽ ഇത്തരം ദുരന്തങ്ങൾ ഇനിയും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. ആത്മഹത്യ ചെയ്താണോ? എങ്ങനെ ഇവിടെ നേരത്തെ ആത്മഹത്യ തന്നെയായിരുന്നു. പലരും ഇങ്ങനെ ഇതേമാതിരി 2-3 മരണങ്ങൾ ഇതിക്ക് മുമ്പും നടന്നുണ്ട്. ഒരു 4-5 കൊല്ലം മുമ്പ് നടന്നുണ്ട്. പിന്നെ ഈ പുഴയിൽ അമ്പലക്കടവിൽ കുളിക്കാനിറങ്ങിയ ഒരു പയ്യൻ ഇതേമാതിരി ദാരുണമായിട്ട് മുങ്ങി മരിച്ചിട്ടുണ്ട്.
അതിനൊരു സൈൻ ബോർഡുകളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഇതിന് അധികൃതർ തന്നെ എന്തെങ്കിലും നടപടിയെടുത്ത് പാലത്തിന് ഒരു സേഫ്റ്റി ചെയ്യുകയാണെങ്കിൽ ഇതേമാതിരി ദുരന്തങ്ങൾ ഇനി ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. അത് വളരെ ചെയ്യേണ്ടതാണ്. വിളിച്ചതല്ല, അമ്മയെ വിളിച്ചിട്ടുണ്ടാവുന്ന പറഞ്ഞേ, നമ്മൾ കേട്ടില്ലത്. ചേട്ടൻ ഇത് അറിഞ്ഞ് കേട്ടപ്പോൾ എന്താ? എനിക്ക് രാവിലെ ഞാൻ അറിഞ്ഞേ. അപ്പോൾ ആ സങ്കടം, ഈ അമ്മ അങ്ങോട്ട് വിടുമ്പോൾ അമ്മേനല്ലേ നമ്മൾ വിളിക്കുള്ളൂ. അങ്ങനെ സംഭവം, ആ ഒരു സംഭവമാണ് എനിക്ക് വിളിച്ച് കാണാം. അമ്മേനെ കണ്ട് അച്ഛനെ വിളിക്കില്ല ആരും, ഈ അമ്മേനെ കളയണേ. അങ്ങനെ ഒരു സംഭവം രാവിലെ കെട്ടപ്പോൾ നമുക്കൊരു ഇതായി. അതന്നെ, നെഞ്ചിന്ന് അമ്മയുടെ നെഞ്ചിന്നല്ലേ എടുത്ത് ഇറങ്ങണേ. അങ്ങനെ സംഭവം. അപ്പോഴും അമ്മയെന്നല്ലാണ്ട് അച്ഛനെ വിളിക്കില്ല ആരും. നമ്മുടെ കാല് തല്ലേ അല്ലെങ്കിൽ എന്ത് പറ്റില്ല അമ്മയെ എന്നല്ലേ വിളിക്കുള്ളൂ. അല്ല, ഇവിടുന്ന് വിട്ട് കഴിയുമ്പോൾ അമ്മയെന്ന് വിളിച്ചിട്ടുണ്ടാവുമല്ലോ. ആ ഒരു സങ്കടം നമുക്ക്. കേട്ടപ്പോൾ ചങ്ക് പഠിച്ചു പോയി. ഒന്നും പറയണ്ട. ദൈവമേ, എങ്ങനെ ആ കുഞ്ഞിനെ അങ്ങനെ ചെയ്യാൻ സാധിച്ചു? അത് ഞങ്ങൾക്ക് ഭയങ്കര, കേട്ടപ്പോൾ ഭയങ്കര നടക്കമായിപ്പോയി. അതായിരിക്കും, അതാവുമല്ലോ അതങ്ങ് ചെയ്തത്. മാനസികമായിട്ടുള്ള അസുഖം ഉണ്ടായതുകൊണ്ടായിരിക്കും ചെയ്തത്. ഇതൊക്കെ വലിയ ഞെട്ടലിൽ തന്നെയാണ്, വലിയ വിഷമത്തിൽ തന്നെയാണ്. കാരണം ഒരു കുഞ്ഞിൻ്റെ കൊലപാതക വാർത്ത അവരെ അത്രയേറെ ഞെട്ടിച്ചിട്ടുണ്ട്. ഹൃദയഭേദകമായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ചെങ്ങമ്മനാട് പോലീസാണ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. സന്ധ്യയെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇനി ഇവിടെ ഈ പാലത്തിനടുത്ത് എത്തിച്ച്, ഈ പുഴയിലെത്തിച്ച് ഇതിവിടെ എങ്ങനെയാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുവാനായി, തെളിവെടുപ്പിനായി എത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സന്ധ്യയ്ക്ക് മാനസിക പ്രശ്നങ്ങളുള്ളതായിട്ട് വീട്ടുകാർ ഉൾപ്പെടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സന്ധ്യയുടെ വീട്ടുകാർ പറയുന്നത് ഭർത്താവിൻ്റെ മർദ്ദനമൊക്കെയാണ് ഇത്തരത്തിൽ അവരെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നുള്ളൊരു ആരോപണവും ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ആലുവ DYSP ആണ് ഈ കേസിൻ്റെ അന്വേഷണ ചുമതലയിലുള്ളത്. ചെങ്ങമ്മനാട് പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ദാരുണമായ ഒരു സംഭവമായി പോയി. എല്ലാവരും വലിയ വിഷമത്തിലും ഞെട്ടലിലുമാണ്. ആലുവയിൽ നിന്നും അഭിശങ്കറിനൊപ്പം R. പീയൂഷ്, മറുനാടൻ TV.